പ്ലസ് ടു ഫിസിക്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2019 എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. എ മാഗ്നറ്റിക് നീഡിൽ ഫ്രീ ടു മൂവ് ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈസ് ഷോൺ ബിലോ. വിച്ച് എലമെൻറ്റ് ഓഫ് എസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ തീറ്റ ഇൻ ദ ഫിഗർ. ഫിഗറിൽ ജോഗ്രഫിക് പോളാണ് കാണിച്ചിരിക്കുന്നത്. എർത്തിൻ്റെ ജോഗ്രഫിക് പോൾ ഇത് കാണിച്ചിരിക്കുന്നു. മാഗ്നറ്റിക് പോൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയ്ക്കിടയിൽ വന്നിരിക്കുന്ന ഈ ആംഗിൾ എന്താണെന്നാണ്, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറീഡിയൻ ആൻഡ് ജോഗ്രഫിക് മെറീഡിയൻ അറ്റ് എ പ്ലേസ്. ഇത് ഈ പ്ലേസിലെ ജോഗ്രഫിക് മെറീഡിയനാണ്, ഇത് മാഗ്നറ്റിക് മെറീഡിയനാണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ ഡിക്ലിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഡിക്ലിനേഷൻ ആയിരിക്കും. തീറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡിക്ലിനേഷനെ ആയിരിക്കും. എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണിത്. BH curve of ferromagnetic material is shown in figure. What do you mean by ferromagnetic material? Write any two properties of it. എന്താണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ? അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് എഴുതുക. Then identify the value of retentivity and coercivity from the figure. ഫിഗറിൽ നിന്ന് റിറ്റൻറ്റിവിറ്റിയുടെയും കോഎർസിവിറ്റിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഫിഗറിൽ കോഎർസിവിറ്റി റിറ്റൻറ്റിവിറ്റി എന്താണെന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് വന്നിരിക്കുന്നത്. ആൻസർ നോക്കാം. ഇവിടെ OI ഫിഗറിൽ OB എന്ന് പറയുന്നതാണ് റിറ്റൻറ്റിവിറ്റി. അതുപോലെ OC എന്ന് പറയുന്നത് കോഎർസിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫിഗറിൽ OB റെപ്രസെൻറ്റ്സ് റിറ്റൻറ്റിവിറ്റി ആൻഡ് OC റെപ്രസെൻറ്റ്സ് കോഎർസിവിറ്റി. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി അതുപോലെ ചോദിച്ചിരുന്നു, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്താ, അല്ലെങ്കിൽ എന്താണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് എഴുതാൻ. Substance which experience a very strong force of attraction towards a magnet are called ferromagnetic substance. അപ്പോൾ ഒരു മാഗ്നറ്റിൽ നിന്ന് വെരി സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്, അതിനാണ് നമ്മൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആൻഡ് ഹൈ ആണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് വെരി ഹൈ. ഇതാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഇതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് പറഞ്ഞായിരുന്നു. ഇതിലേതെങ്കിലും രണ്ട് പ്രോപ്പർട്ടി എഴുതാനാണ് പറഞ്ഞിരുന്നത്. സേ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് ഡിപ്പ് അറ്റ് ദ മാഗ്നറ്റിക് പോൾസ് ഓഫ് ദി എർത്ത്. മാഗ്നറ്റിക് പോൾസിൽ ഡിപ്പിൻ്റെ വാല്യൂ എന്താണ്? വാല്യൂ ഓഫ് ഡിപ്പ് ഈസ് മാക്സിമം അറ്റ് പോൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് ഡിപ്പ് ഈസ് മാക്സിമം അറ്റ് പോൾസ്. മാക്സിമം വാല്യൂ ഓഫ് ഡിപ്പ് ഈസ് 90 ഡിഗ്രി. അപ്പം മാക്സിമം വാല്യൂ വരാവുന്നത് 90 ഡിഗ്രിയാണ്. അതെവിടെയാണ്? പോൾസിലാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഡിപ്പ് ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്ററിലാണ് മിനിമം വാല്യൂ. മിനിമം വാല്യൂ വരാവുന്നത് 0 ഡിഗ്രിയിലാണ്. അപ്പോൾ പോൾസിലാണ് ഡിപ്പിന് മാക്സിമം വാല്യൂ വരുന്നത്. അതിൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. മിനിമം വാല്യൂ വരുന്നത് ഇക്വേറ്ററിലാണ്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. എക്സ്പ്ലെയിൻ ഹിസ്റ്റീരിസിസ് ആൻഡ് ഡ്രോ ഹിസ്റ്റീരിസിസ് കർവ് ഫ്രം ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഹിസ്റ്റീരിസിസ് കർവ് വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹിസ്റ്റീരിസിസ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. മാഗ്നറ്റൈസിങ് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. മാഗ്നറ്റൈസിങ് ഫീൽഡ് H എലോങ് X ആക്സിസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് B എലോങ് Y ആക്സിസ്. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നു 0 എന്ന് പറയുന്നതിൻ്റെ ഒറിജിനാണ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും 0 ആയിരിക്കുന്ന പോയിന്റ്. ഇനി നമ്മൾ Hൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച്, Hൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു Bയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തും. ദെൻ അത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു പാത്തിലൂടെ നമ്മൾ തിരിച്ച് B എന്ന് പറയുന്ന പോയിന്റിലെത്തുന്നു. ഇനി വീണ്ടും അതിനെ 0 ആക്കാൻ വേണ്ടി നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത് സിയിലെത്തുന്നു. അപ്പോൾ BO എന്ന് പറയുന്ന റിറ്റൻറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. CO എന്ന് പറയുന്നത് കോഎർസിവിറ്റിയെ സൂചിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ പറഞ്ഞു റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ ഇൻക്രീസ് ചെയ്ത് D എന്ന് പറയുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തുന്നു. വീണ്ടും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയൊരു പാത്തിലൂടെ A എന്ന് പറയുന്ന പോയിന്റിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഹിസ്റ്റീരിസിസ് കർവ് എന്ന് പറയുന്നത്. അപ്പം ഇനി എന്താണ് ഹിസ്റ്റീരിസിസ് കർവ് എന്നാണ് പറയുന്നത്.
it's a graph taking magnetizing field H along x-axis and magnetic field B along y-axis. The lagging of magnetization behind the magnetizing field is called magnetic hysteresis. Magnetic hysteresis എന്ന് പറഞ്ഞാൽ ലാഗിങ് ഓഫ് മാഗ്നറ്റൈസേഷൻ ബിഹൈൻഡ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെക്ഷൻ 7-ൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ ആ പാർട്ടൊന്ന് റെഫർ ചെയ്യാം. State Gauss law of magnetism. How this differs from Gauss law of electrostatics? Why is the difference in two cases? Gauss law in magnetism സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസ് ലോയിൽ നിന്ന് ഇത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ടു കേസസ്? ഇതിൻ്റെ ഉണ്ടാകാനുള്ള കാരണം, വൈ ഈസ് ദ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് ഈ കാരണം ഡിഫറൻസ് വരാനുള്ള കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ ഈസ് ദ ഡിഫറൻസ് ഇൻ ടു കേസസ്? ആദ്യം നമുക്ക് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം എന്താണെന്ന് നോക്കാം. Gauss theorem in magnetism states that the net magnetic flux through any closed surface is zero. Closed integral B dot ds is equal to 0. ഇതാണ് Gauss theorem in magnetism. ഇനി ഇത് Gauss law in electrostatics states that the total flux through any closed surface is 1 by epsilon 0 times the net charge enclosed by the surface. That is, phi is equal to closed integral E dot ds is equal to q by epsilon 0. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലുള്ള ഗോസ് തിയറം എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റിസത്തിൽ നമ്മൾ പറഞ്ഞു phi is equal to അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെയും മാഗ്നറ്റിസത്തിലെയും ഗോസ് തിയറംസ്. ഇനി എന്താണ് ഇതിന് കാരണമെന്ന് പറയുന്നത്? ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഐസൊലേറ്റഡ് ചാർജസ് എക്സിസ്റ്റ്. ഒരു പോസിറ്റീവ് ചാർജ് തന്നെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് തന്നെ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 അല്ലെങ്കിൽ 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ എന്ന് നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടാനുള്ള കാരണം. എന്നാൽ മാഗ്നറ്റിസത്തിൽ മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മോണോപോൾസ് എക്സിസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് പോൾ തന്നെയോ സൗത്ത് പോൾ തന്നെയോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്ലോസ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി സി ഈക്വൽ ടു 0 നമുക്ക് ലഭിക്കുന്നത്. Identify the material given any two properties of the material. തന്നിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ 2 പ്രോപ്പർട്ടീസ് എഴുതുക. 2020 സേ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണിത്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇനി ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഡയാമാഗ്നറ്റിക് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സസെപ്റ്റിബിലിറ്റി സ്മോൾ ആണ്, നെഗറ്റീവ് ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ലെസ് ദാൻ 1. When magnetizing field is removed, diamagnetic substance loses its magnetism. അപ്പം ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഏതെങ്കിലും 2 പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കുക. എക്സ്പ്ലെയിൻ ഡൈനാമോ എഫക്റ്റ്. 2013 മാർച്ചിൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചു സോഴ്സ് ഓഫ് എർത്ത് മാഗ്നറ്റിസം, അതാണ് ഡൈനാമോ എഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. എർത്ത് മാഗ്നറ്റിസം ഈസ് ഡ്യൂ ടു ദ electric currents produced by the motion of metallic fluids, iron or nickel, in the outer core of the earth. നമ്മൾ പഠിച്ചു എർത്തിൻ്റെ ഔട്ടർ കോറിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ മെറ്റാലിക് ഫ്ലൂയിഡ്സ് കാണപ്പെടും. മെറ്റാലിക് അയൺ, നിക്കൽ മുതലായവയൊക്കെ ഉരുകിയ അവസ്ഥയിൽ കാണപ്പെടുന്നു. എർത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ഇതും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ്മെൻറ്റ് മൂലം എന്തുണ്ടാകുന്നു? ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക് കറണ്ട് മൂലം എന്തുണ്ടാകുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ഇതാണ് ഡൈനാമോ ഇഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. What is magnetic susceptibility? What is its value for a perfectly diamagnetic substance? ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ എത്രയായിരിക്കും? ആദ്യം എന്താണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസേഷൻ്റെയും മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയുടെയും റേഷ്യോയാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൈ ഈസ് ഈക്വൽ ടു എം ബൈ എച്ച്. എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷനാണ്, എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ 0യ്ക്കും -1നും ഇടയ്ക്ക്. നമ്മൾ പറഞ്ഞു സ്മോൾ വാല്യൂ ആണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അത് നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ
സീറോയ്ക്കും നെഗറ്റീവ് -1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. സീറോയ്ക്കും -1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് സസെപ്റ്റിബിലിറ്റിക്ക് നമുക്ക് ലഭിക്കുന്ന ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടെസ്ല. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ടെസ്ലയിൽ റെപ്രസെൻ്റ് ചെയ്യാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഓർഡർ 10⁻⁻5 ടെസ്ല ആയിരിക്കും. ഭൂമിയുടെ മാഗ്നറ്റിസത്തിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി 10⁻⁻5 ടെസ്ല. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഡാഷ് സബ്സ്റ്റൻസ്. സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് ആണോ, പാരാമാഗ്നറ്റിക് ആണോ, ഫെറോ മാഗ്നറ്റിക് ആണോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.